ഹലോ ഗൈസ്, മുട്ടയും കറക്കി ഇതെങ്ങോട്ടാന്നല്ലേ? നമുക്കിന്നൊരു പുട്ടുണ്ടാക്കാം. മസാല പുട്ട് അല്ലെങ്കിൽ സ്റ്റഫ്ഡ് പുട്ട്. നമുക്ക് ഈ കാണുന്നവരെല്ലാം ചേർത്തിട്ട് ഒരു പുട്ടുണ്ടാക്കാം. അതുകൊണ്ട് തന്നെ ഇത്രയും സാധനങ്ങൾ പുട്ടിനകത്ത് വരുന്നതുകൊണ്ട് തന്നെ സെപ്പറേറ്റ് കറിയൊന്നും ആവശ്യമില്ല. ഇതിൽ നല്ലൊരു ഹെവി കറി വരുന്നുണ്ട്. ഹെവി സ്റ്റഫിങ്ങാണ് വരുന്നത്. ഈ പച്ചക്കറികളെല്ലാം ചേർക്കാം. നമുക്ക് എന്ത് പച്ചക്കറിയാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അതെല്ലാം ചേർക്കാം. പിന്നെ കത്തിരിക്കയും വെണ്ടയ്ക്കൊന്നും ചേർത്ത് കളയല്ലേ കേട്ടോ. ക്യാരറ്റും സവാളയും ടൊമാറ്റോയും ഇഞ്ചി വെളുത്തുള്ളി മല്ലിയില ഇവരെല്ലാം ചേർത്ത് നല്ലൊരു മസാലയാക്കിയെടുക്കണം. ആദ്യം ഇവരെല്ലാം വഴറ്റിയെടുത്ത് അതിൻ്റെ കൂടെ തന്നെ മുട്ടയും ചേർത്തിട്ട് നമുക്ക് മസാല പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം. മസാലപ്പൊടി നമ്മുടെ നോർമൽ മസാലാസ് തന്നെയാണ് ചേർക്കുന്നത്. അതിലൊരിച്ചിരി ചിക്കൻ മസാല കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇവരെല്ലാവരെയും ചേർത്ത് നമുക്ക് സ്റ്റഫ് ചെയ്യാം പുട്ടിനകത്തോട്ട്. പുട്ടുകുറ്റിയിലോട്ട് മസാല ഇട്ട് കൊടുക്കുക, പുട്ടുപൊടി ഇട്ട് കൊടുക്കുക, തേങ്ങ ഇട്ട് കൊടുക്കുക. നമ്മുടെ നോർമൽ പ്രോസസ്സിൽ സ്റ്റഫ് ചെയ്തെടുത്തിട്ട് നമുക്കിതിന് ആവി കയറ്റി എടുക്കണം. ആവി കയറ്റി കഴിയുമ്പോൾ ഒരു മണം വരും. ഇവരെല്ലാം ചേർന്നിട്ടൊരു മണം. ഇത് വരുമ്പോൾ തന്നെ പെട്ടെന്ന് എടുത്ത് പ്ലേറ്റിലോട്ടാക്കാനുള്ള ടെൻഡൻസി നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് വന്നോളും. അങ്ങനെ ആ പ്ലേറ്റിലോട്ട് പുട്ട് വരുന്നുണ്ട്. നോക്കിയേ, കാണുമ്പോൾ തന്നെ കൊതി വരുന്നില്ലേ? ഇത് കാണുമ്പോൾ തന്നെ കഴിച്ച അതേ ഫീൽ ഇപ്പോൾ തോന്നുന്നുണ്ട്. എങ്ങനെയുണ്ട് നമ്മുടെ പുട്ട്? ഇതിൻ്റെ കൂടെ ഒരു പപ്പടം ഉണ്ടെങ്കിൽ പൊളിച്ചു. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ.